ഭയം, ഭക്തി, ബഹുമാനം, ഏറളക്കം, തൊട്ടവനും പിടിച്ചവനൊക്കെ റെഫറൻസ് ആവും. ഇനിയൊരു അപരാധിച്ച സിനിമ എന്റെ പൊന്നേ. ഭയഭക്തി ബഹുമാനം. ഒരു പ്രോ ലെവൽ മലങ്കൾട്ട് എന്റർടൈനർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഈ സിനിമ കണ്ടപ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നി, ഇതൊരു പ്രോ ലെവൽ അൾട്രാ മലങ്കൾട്ടാണെന്നുള്ളത് സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നി. ഉണ്ടായിരുന്ന ബഹുമാനം കൂടെ കളയാനായിട്ട് ഓരോ തൊലിഞ്ഞ കഥയൊക്കെ കണ്ടുപിടിച്ച് 2-2.5 മണിക്കൂർ മനുഷ്യനെ ഇരുത്തി കൊല്ലാക്കൊല ചെയ്യുന്ന അപരാധം കണ്ടു. ഇറ്റ് വാസ് സച്ച് എ ബോറിംഗ് ഫിലിം. എനിക്ക് തീരെ പറ്റിയില്ല. ദ സ്ക്രീൻ പ്ലേ ആൻഡ് ദ ഡയറക്ഷൻ, ഡയലോഗ്സ് എല്ലാം സോ പുവർ. മൊത്തത്തിൽ ഒരു അവിയൽ എന്തൊക്കെയോ ഒരു പറയാൻ ഉദ്ദേശിച്ചു, എന്തൊക്കെയോ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ട് എല്ലാം കൂടി ഒരു അവിയൽ പരിപാടി പോലെയാണ് എനിക്ക്. വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലും അപരാധിച്ച് ഉള്ള അഭിനയങ്ങളും കാണാൻ വയ്യാത്തത് കൊണ്ടാണ്. അതിനേക്കാളും മോശമാണ്, തന്തേക്കാളും മോശം എന്ന് പറയില്ല, അതേപോലെ പറയണം. വളരെ മോശം. റെഫറൻസുകളും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നിറച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ കണ്ട അത്രയും സമയം നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം. നമ്മൾ ആ ഒരു വേൾഡിലേക്ക് വരുന്നുണ്ട്. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ വെക്കാനായിട്ടൊന്നുമില്ല. ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര പരിപാടിയായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഓളമാണ്, ചിരിച്ച് കളിച്ച് അങ്ങനെ പോകാം. അപ്പോൾ അഴിഞ്ഞാട്ടം ഇന്റെ മക്കളെ ആദ്യം പറയുന്നു, ലോജിക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കഥ, ഇതിനകത്തുള്ള സെൻസ്, നമ്മളുടെ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. തിരക്കഥാ സംവിധാനം ഒന്നും അതെ, കഥ തിരക്കഥ സംവിധാനം ആഘോഷിക്കുക, അർമാദിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പരിപാടിക്ക് തിയേറ്ററിൽ കയറിയാൽ മതി.